മുകേഷ് ചേട്ടൻ ആസ് എൻ MLA, മുകേഷ് ചേട്ടന് ഓരോ വ്യക്തിയുടെയും ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിൽ അതിനപ്പുറവും. അതൊക്കെ സിനിമയുടെ ഒരു ശക്തിയുണ്ട്. സിനിമയുടെ ശക്തി രാഷ്ട്രീയത്തിനകത്ത് വരുന്നതിൻ്റെ ഒരുപക്ഷെ നല്ല കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞങ്ങളവിടെ ഒരു പാലം വരണം, മൺട്രോത്തുരുത്തുമായിട്ട് ബന്ധപ്പെടുന്ന കൊല്ലത്തുള്ള ഒരു പാലമാണ്. എത്രയോ കൊല്ലമായിട്ട് ആൾക്കാരുടെ ആഗ്രഹമാണ്, നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് അത് നടന്ന് അതിൻ്റെ കഴിഞ്ഞ ടേമിൽ കൊറോണ വന്ന് ലാസ്റ്റ് ഈ മന്ത്രിമാരുടെ ലാസ്റ്റ് ക്യാബിനറ്റാണ്. അന്ന് പാസ്സാക്കിയില്ലെങ്കിൽ അത് അടുത്ത ടേമിലോട്ട് പോകും. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ഞാനാണോ വരുന്നത്, ഏത് പാർട്ടിയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ സെക്രട്ടേറിയറ്റിൽ, സെക്രട്ടറിയിൽ അന്ന് ഉദ്യോഗസ്ഥർ വേണമെങ്കിൽ വന്നാൽ മതി, കൊറോണ ആയതുകൊണ്ട് ലീവ് എടുക്കാം, വരാതിരിക്കാം. 3 പേരുണ്ട് അവിടെ. അപ്പോൾ എത്രയോ കോപ്പി ഉണ്ടാക്കണം. പിറ്റേ ദിവസം ക്യാബിനറ്റ് 39 കോപ്പി അങ്ങനെ ഉണ്ടാക്കണം. ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും എല്ലാം കൊടുക്കണം. അപ്പോൾ അവർ പോവാണ്. 3 പേരേ ഉള്ളൂ. ഞാൻ അവരത് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഒരു 9 മണി വരെ ഇരുന്നാൽ ഇത്രയും കോപ്പി കിട്ടും. ഒരു ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു പ്രദേശത്തിൻ്റെ. അപ്പോൾ അല്ലെങ്കിൽ അവർ ജങ്കാറിൽ പോകണം, അവരുടെ അടുത്ത തലമുറയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ 3 പേരുടെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് വന്നു, പറഞ്ഞു ഞങ്ങൾ ഇരുന്ന് ചെയ്യാം, പക്ഷേ പകരം ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൈക്കൂലിയല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് നിയമം അനുവദിക്കുന്നതൊക്കെ ആണെങ്കിൽ എന്താണ്, അല്ല വേറൊന്നുമല്ല, ഞങ്ങളുടെ 3 പേരുടെയും കൂടെ സെപ്പറേറ്റായിട്ടും ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. സിനിമയുടെ ശക്തി അല്ലാതെ വേറെ ലോകത്തൊരു ശക്തിക്കും ഞാൻ പറഞ്ഞു എങ്ങനെ വേണോ നിങ്ങൾ വീട്ടിൽ കാണിക്കാനാ 9 മണി വരെ നിന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാനിത് പല നേതാക്കന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് മാത്രം, സിനിമാക്കാർക്ക് മാത്രം, കലാകാരന്മാർക്ക് മാത്രം ഉള്ള ഒരു ദൈവത്തിന്റെ പ്രിവിലേജാണ്. സത്യം. മുകേഷ് ചേട്ടൻ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയും, മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോളിയാണ്. നിമിഷ നേരം കൊണ്ട് കഥ പോലെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇല്ലാതെ ആ കഥ നമ്മൾ കേട്ടാ നമ്മൾ വിശ്വസിക്കും, ശരിയാണോ മുകേഷ് ചേട്ടാ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ പൊട്ട കഥയും നടക്കാത്ത കഥയായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മുകേഷ് ചേട്ടൻ ഭയങ്കര സീരിയസ്. മുകേഷ് ചേട്ടൻ മെച്ചോർഡായ, ഇപ്പോഴാണോ മെച്ചോർഡായ? അല്ല, സീരിയസ് ആകേണ്ട സ്ഥലത്ത് സീരിയസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ബേസിക്കലി നമുക്കൊന്നും ഒരു മാറ്റം വരാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് എത്രയോ പേര് പറയും, ഇത് നിയമസഭ കഴിഞ്ഞാൽ നിയമസഭയിലുണ്ടായ തമാശകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണം. ഒരുപാട് കാര്യങ്ങൾ. അതായത് ഈ തമാശ എന്ന് പറയുമ്പോൾ അവരും കൂടെ, ആ പറയുന്ന ആളും കൂടെ കേൾക്കുമ്പോൾ അവർക്കും രസിക്കുന്ന തമാശയാണ്, അല്ലെ പരദൂഷണമായി പോകും. ഞാൻ അതുവഴി പോകുമ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സുകാരെ, ഈ മെയിൻ നേതാക്കന്മാരൊന്നും ഇല്ല, എന്നാലും എന്നെ പറ്റി വല്ലതും ഉണ്ടോ, പുതിയത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയും. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒബ്സർവേഷനാണ്.